നമസ്കാരം. തിരുവമ്പാടിയിലെ KSEB ശിക്ഷാ നടപടിയിൽ ഹൈവോൾട്ടേജ് വിവാദമാണ് സംസ്ഥാനത്ത്. മക്കളുടെ അതിക്രമത്തിന് വീട്ടുകാരെ ഇരുട്ടിലാക്കിയത് എന്തിനെന്ന ചോദ്യം. ജീവനക്കാർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. പകപോക്കൽ നടപടിക്കെതിരെ KSEB ഓഫീസ് മാർച്ചുമായി കോൺഗ്രസ്. ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുകിട്ടിയാൽ ഇന്ന് തന്നെ ഫ്യൂസ് തിരിച്ചിടാം എന്നാണ് മന്ത്രി പറയുന്നത്. ഹൈവോൾട്ടേജ് പ്രതികാരമോ? വയോധികരെ ഇരുട്ടിലാക്കിയതിൽ ന്യായമുണ്ടോ? KSEB നിയമങ്ങൾ പാലിച്ചോ? നാട്ടിൽ പോലീസും കോടതിയുമില്ലേ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഈ അതിക്രമത്തിന് വിധേയയായ മറിയം അജ്മലിന്റെ മാതാവാണ്. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ശ്രീ MG സുരേഷ് കുമാർ, ഇടത് സഹയാത്രികൻ ശ്രീ റജി ലൂക്കോസ്, മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനുമായ ശ്രീ N ശ്രീകുമാർ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീമതി മറിയം, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കുറച്ചു മുൻപ് ഞാൻ മനസ്സിലാക്കുന്നത്, കുറച്ചു മുൻപ് തഹസിൽദാർ നിങ്ങളുടെ വീട്ടിലെത്തി ഒരു സത്യവാങ്മൂലം ഒപ്പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കേൾക്കുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എന്താണ് ആ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത്? സത്യവാങ്മൂലം ഒപ്പിടിക്കാൻ വന്നതാണ് അവര്. അതിനകത്തുള്ളത് പിന്നെ എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. നമ്മളെ മക്കളെ ഇനി ഒരിക്കലും നമ്മളെ ഒരിക്കലും പിന്നെ ഒരു തെറ്റും ചെയ്യൂല. ഈ KSEB ഭാഗത്തു നിന്നുള്ള പിന്നെ ഓരോ കറണ്ട് കണക്ഷൻ സംബന്ധമായിട്ടും മറ്റുള്ള ആ ഭാഗത്തേക്കുള്ള ഒരു തെറ്റും ചെയ്യൂല എന്നുള്ളതിനുള്ള ഒപ്പിട്ട് കൊടുക്കാൻ മാതാപിതാക്കളെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേൾക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്നതോ ശ്രീമതി മറിയം പറയുന്നതോ മറ്റോ തിരിച്ചു കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ എക്കോ വരുന്നുണ്ട്. ഓക്കെ, പ്രൊഡ്യൂസർ ആ എക്കോ കട്ട് ചെയ്യണം, അത് പരിഹരിക്കണം. ഞാൻ പറയുന്നത് ഞാൻ തിരിച്ചു കേൾക്കുന്നു. അതിപ്പോൾ പരിഹരിക്കും. തൽക്കാലം അതൊന്ന് സഹകരിക്കണേ. ശരി, അപ്പോൾ സത്യവാങ്മൂലത്തിൽ പറയുന്നത് മക്കൾ ഇനി KSEBയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾ കാണിക്കില്ല എന്നാണ്, അല്ലേ? എന്നിട്ട് അത് ഒപ്പിട്ട് നൽകിയോ? ഒപ്പിട്ടില്ല. എന്തുകൊണ്ടാണ് ഒപ്പ് വെക്കാതിരുന്നത്? അന്നേരം പിന്നെ നമ്മളെ മക്കൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. അവിടെ പോയിട്ട് അത് തെറ്റ് ചെയ്യാത്ത മക്കളെ പേരിൽ തെറ്റ് ചെയ്തെന്നും കൂടെ ഉള്ളൊരു ഉറപ്പാണല്ലോ ഇപ്പം നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ പിന്നെ മക്കൾ ചെയ്തതിന് ഞങ്ങളെ രക്ഷിതാക്കളെ പിന്നെ KSEB ഭാഗത്തു നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഞങ്ങളെ ഭാഗത്തൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനി മേലിൽ, അതായത് ഇപ്പോൾ മക്കൾക്കെതിരെ നടപടി ഉണ്ടാകാൻ അല്ലെങ്കിൽ കോടതിയിലേക്കൊക്കെ എത്തുമ്പോൾ അവർക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു തെളിവ് എന്ന രീതിയിലാണ് ഈ സത്യവാങ്മൂലം ഒപ്പിടിക്കാൻ ശ്രമിച്ചത് എന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യൂല എന്നുള്ളത്, പിന്നെ മക്കൾ ചെയ്യൂല എന്നുള്ളത് രക്ഷിതാക്കൾ ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ളത്. ശരി, ഇപ്പൊ തന്നെ ഇട്ട് തരാന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ കറണ്ട് ഈ സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുത്താൽ ഇപ്പോൾ തന്നെ ഫ്യൂസ് വീണ്ടും പുനഃസ്ഥാപിക്കാം, അല്ലെങ്കിൽ ഇനിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കില്ല എന്ന് തന്നെയാണോ നിലപാട്? അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞത്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ചെയ്യൂല എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എന്തോ മാറുമെന്നുള്ളത് അറിയില്ല. ഇപ്പം ഞങ്ങളെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെയും ഞങ്ങളെയും കൂടെ എല്ലാം കൂടെ പിന്നെ ഇതിൽ ഒപ്പിടിച്ചിട്ട് പിന്നെ നമുക്കിവിടെ ജീവിക്കൊന്നും വേണ്ടേ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യിച്ചോട്ടെ. ഇപ്പം മക്കൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓല് പറയണത് KSEBയിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചു എന്നുള്ളതാണ് ഓല് പറഞ്ഞത്. അതിനുള്ള നടപടി അപ്പം തന്നെ ഇവിടെ തിരുവമ്പാടി പോലീസ് നടപടി എടുക്കുകയും അതിനുള്ള പിന്നെ തീരുമാനങ്ങൾ എടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത്. പിന്നെ എന്തിനാണ് ഞങ്ങളെ പേരിൽ പിന്നെ ഞങ്ങളെ ഉപദ്രവിക്കണവർ? അതിനി കോടതി തെളിയിക്കട്ടെ. മക്കളെ പേരിൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കോടതി തെളിയിക്കൂലേ? പിന്നെ മക്കളിപ്പം പിന്നെ മക്കൾ ചെയ്യൂല എന്ന് ഇപ്പം ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ മക്കൾ തെറ്റുകാരായി പോവും. അവർ തെറ്റ് ചെയ്തില്ല, പിന്നെ മക്കളെ ഞങ്ങൾ തെറ്റുകാരാക്കാൻ പാടില്ലല്ലോ. കോടതി വിധിക്കട്ടെ. മക്കൾ തെറ്റുകാരാണെങ്കിൽ അതിനനുസരിച്ച് പോലെ
പിന്നെ ഓൽക്ക് വന്ന നഷ്ടങ്ങളോ എന്താണെന്ന് വെച്ചാലൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുമോ? അതിന് മുന്നേ നമ്മൾ ഇപ്പോൾ അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ വേറൊരു തെളിവും ഇല്ലാതെയാണ് ഒരു കൊണ്ട് അറസ്റ്റ് ചെയ്തതും റിമാൻഡിലാക്കിയതൊക്കെ. അവർ വരട്ടെ, അവരുടെ ഫോണിലുണ്ട് തെളിവുകളൊക്കെ, അതെടുത്തിട്ട് അവരും കാണിക്കട്ടെ. ഇന്നലെ വൈകുന്നേരം 2 മണിക്ക് ശേഷം വൈദ്യുതി വിച്ഛേദിച്ചതല്ലേ? ഉറപ്പാണല്ലോ ഞങ്ങൾ 2 മണിക്ക് ശരി. ഇന്നലെ പകല് ഇന്നലെ പകൽ 2 മണിക്ക് ശേഷം വൈദ്യുതി വിച്ഛേദിച്ചതാണ്. ഈ സമയം വരെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതെ. ശ്രീമതി മറിയം, അങ്ങ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടല്ലോ. ഈ KSEBയുടെ ഉദ്യോഗസ്ഥർ അവിടെ വന്നിട്ട് അങ്ങയോട് മോശമായി സംസാരിച്ചു, ഉന്തി താഴെയിട്ടു തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? അവരങ്ങനെ മോശമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായോ? അത് തിരിയുന്നില്ല. KSEBയുടെ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ശ്രീമതി മറിയത്തോട് മോശമായി പെരുമാറി എന്നൊരു പരാതി അങ്ങ് പറയുന്നില്ലേ? പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊന്ന് പറഞ്ഞു തരാമോ? അത് ഞാൻ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി. അത് അന്ന് പിന്നെ ഫ്യൂസ് ഊരാൻ വന്ന സമയത്ത് ഉണ്ടായൊരു കാര്യമാണ്. അവർ വന്ന സമയത്ത് പ്രസാദും മറ്റേ ആണ് പേരിപ്പോൾ കിട്ടുന്നില്ല, ആയിരുന്നു വന്നിരുന്നത്. അവർ വന്നിട്ടാണ് പ്രശാന്ത്, അതേപോലെ അനന്തു, അവരാണ് വീട്ടിലേക്ക് ആദ്യം കയറി വരുന്നത്. വീട്ടിലേക്ക് കയറിയിട്ടില്ല. വീട്ടിലൊരു സോളാർ ലൈറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളെ വീടിൻ്റെ പുറത്ത്. അത് എടുത്തിട്ട് പിന്നെ കയ്യിലെടുത്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പം അതെന്തിനാ എടുത്തതെന്ന് ചോദിച്ചതിനാണ് അവർ എന്നെ ഉന്തിയുടെയും അസഭ്യം പറയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാണ് ഈ പരാതി നൽകിയത് ശ്രീമതി മറിയം? കേൾക്കുന്നുണ്ടെങ്കിലേ? എനിക്ക് കേൾക്കാം. ഞാൻ ചോദിക്കുന്നത് അങ്ങേക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചെറിയ രൂപത്തിൽ കേൾക്കുന്നുള്ളൂ ഞാൻ. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. ഈ പരാതി എന്നാണ് കൊടുത്തത്? പരാതി പിന്നെ 5-ാം തീയതി കൊടുത്തിട്ടുണ്ട്. 5-ാം തീയതി പരാതി കൊടുത്ത് മുക്കം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. അന്ന് അവിടെ മുക്കം ഹോസ്പിറ്റലിൽ കാണിച്ച് ഞാൻ അവിടുന്ന് ഡോക്ടറാണ് ഈ പരാതി അങ്ങോട്ട് അയച്ചത്. ഇന്നലെ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ കൊടുത്ത്, തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ ഇന്നാണ് കൊടുത്തത്. ഇന്നലെ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരുപാട് പ്രയാസമുള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ മുക്കം പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ 5-ാം തീയതി പരാതി കൊടുത്തിട്ടുണ്ട്. ഈ 5-ാം തീയതി ശ്രീമതി മറിയം പരാതി കൊടുത്തതിന് ശേഷമാണോ KSEB ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയപ്പോൾ നിങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്ന പരാതി കൊടുക്കുന്നത്? ഓരിവിടെ കറണ്ട് ബില്ല് കട്ട് ചെയ്യാൻ വരുന്ന സമയത്താണ് ഇത് പിന്നെ എന്നെ ഉപദ്രവിച്ചത്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിറ്റേ ദിവസമാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത്. മുക്കം ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോയത്. അവിടെ നിന്ന് അവരാണ് പരാതി അങ്ങോട്ട് കൈമാറിയത്. ശരി, ഓക്കെ. ശ്രീമതി മറിയം തുടരുമല്ലോ അല്ലേ? ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ദയവ് ചെയ്ത് തുടരണം. ശ്രീ MG സുരേഷ് കുമാർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ സുരേഷ് കുമാർ, ഇതിൽ ശരിയാണ് KSEB ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്ക്, അവരുടെ കൃത്യനിർവഹണത്തിന് ഒന്നിനും വിഘാതമുണ്ടാകാൻ പാടില്ല പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇനി അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നാടാണ്, പലതരത്തിലുള്ള ആളുകളുണ്ട്, ചിലപ്പോൾ സർക്കാർ ജോലിക്കാരോ ഒക്കെ സാധാരണക്കാരോ ഒക്കെ അക്രമത്തിന് ഇരയാകാറുണ്ട്. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ നിയമ നടപടിക്ക് പോകും. ശ്രീ MG സുരേഷ് കുമാർ, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ ഇരുന്ന് ചോദിക്കുകയാണ്, എൻ്റെ മക്കൾ അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയാൽ അതിനുള്ള പരിഹാരം പോലീസ് കാണാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, കേസെടുത്തിട്ടുണ്ടല്ലോ, നഷ്ടപരിഹാരം വേണമെങ്കിൽ കൊടുക്കുമല്ലോ, ഞങ്ങളെ എന്തിന് വേട്ടയാടുന്നു അല്ലെങ്കിൽ ഞങ്ങളെ എന്തിന് ഉപദ്രവിക്കുന്നു എന്ന ചോദ്യത്തിന് KSEBക്ക് ഒരു മറുപടി ഉണ്ടോ? ഇവിടെ ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ നമുക്ക്
തുറന്നങ്ങോട്ട് ചർച്ച ചെയ്യാം. അതിനകത്ത് എനിക്ക് വിരോധമില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഈ പറയുന്ന അജ്മലിന്റെ ഉമ്മ മറിയം ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. അവര് KSEB ഉദ്യോഗസ്ഥർ 4-ാം തീയതിയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അവിടെ വൈദ്യുതി ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ അവിടെ വന്ന് ഡിസ്കണക്ഷന് വേണ്ടി വന്നത്. അന്ന് അവിടുന്ന് അവരെ എന്തൊക്കെയോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവർ പിറ്റേ ദിവസം പോയി പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രശ്നത്തിൽ അവരൊരു കക്ഷിയല്ല, അവരെ മക്കൾ മാത്രമാണ് കക്ഷി എന്ന് പറയുന്ന സാധനം അവിടെ തന്നെ തീരുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഡിസ്കണക്ഷനിൽ പോയ സബ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ പരാതി കൊടുക്കുക. അല്ലാതെ ഇപ്പം വ്യക്തിപരമായി എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടായിട്ടല്ലല്ലോ. ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന ഡ്യൂട്ടി ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വെച്ച് ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ആ പരാതി ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഇവരുടെ മക്കളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നം ഉണ്ടാക്കിയ പരാതിക്ക് എങ്ങനെയാണ് മറുപടി കാണുന്നത് ഉമ്മയെ ഉന്തിയിട്ടു തള്ളിയിട്ടു തുടങ്ങിയ വേറൊരു ലെവലിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകുന്നതിന്റെ ശ്രമം നടത്തുകയാണ്. അതിനകത്ത് കക്ഷിയായി അതിന് നിന്ന് കൊടുത്ത മറിയം തന്നെയാണ് ഇപ്പൊ പറയുന്നത് എന്റെ മക്കൾ എന്തോ ചെയ്തതിന് എന്റെ വീട് കട്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്നത്. ഇത് ആർക്കും മനസ്സിലാവാതെ പോകുന്നുണ്ട് എന്ന് ധരിക്കണം. ഈ പ്രശ്നത്തിൽ അവർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. പക്ഷേ KSEB എന്തിനാണ് അവരുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തത്? എന്തിനാണ്? ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞു വരുന്നത്. അതായത് ഈ വിഷയത്തിനകത്ത് അവർ ഉന്നയിക്കുന്ന പ്രശ്നം നോക്കൂ, എന്റെ മക്കൾ എന്തോ പ്രശ്നം ഉണ്ടാക്കി, അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇനി തുടർന്ന് ഉണ്ടാവാതിരിക്കുന്നതിന് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് തങ്ങൾ എന്തെങ്കിലും ചുമതല വഹിക്കാം എന്ന് അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് അങ്ങനെ പ്രശ്നമൊന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല എന്നും കൂടി പറയാണ്. വെറുതെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അത് അവരങ്ങനെ പറയട്ടെ, കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നും കൂടി അവർ പറയുന്നു. അത് വസ്തുതാപരമായി അതൊന്നും തന്നെ വസ്തുതയല്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കേവലമായി സംഭവിച്ചതല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്ന് തുടങ്ങിയ ആദ്യത്തെ ഒരു സംഭവമല്ല. ഇത് കേവലമായി സംഭവിച്ചതല്ല. അത് പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരാമോ? അതായത് KSEB എന്തിനാണ് റസാഖിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ റസാഖിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി മാത്രമല്ല, വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി പലരുടെയും വീടുകളിൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാറുണ്ട്. ഇത് ഈ റസാഖിന്റെ വീട്ടിൽ തന്നെ അജ്മലുമായി ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമല്ല. പറയുന്നത് 4-ാം തീയതി കട്ട് ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്ത കേരളത്തിലെ പലരുടെ ഫ്യൂസ് ഊരുന്നതിന് കൂടി അതിനോട് ചേർന്ന് KSEB 4-ാം തീയതി അവരുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നു, ഞാൻ സമ്മതിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് KSEB റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ഡിസ്കണക്ട് ചെയ്തത് എന്തിനാണ് എന്ന് അങ്ങേക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? അതായത് ഒരു സംഭവത്തെ നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ചർച്ച ചെയ്യുന്നതിന് അകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് കേവലമായി ഒറ്റതിരിഞ്ഞ് ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരടക്കമുള്ള ആളുകളുടെ വൈകാരികവും അവരുടെ പ്രതിഷേധവും ഒക്കെ കൂടി ചേർന്നാണ് ഈ പ്രശ്നം ഈ രൂപത്തിൽ സങ്കീർണമാവുന്നത്. അങ്ങ് ഒരു നിമിഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വികാരമൊന്നും അല്ല ഇതിനകത്ത് വിഷയം. അജ്മൽ അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസോ BJPയോ CPMോ CITയോ അവിടെ നിൽക്കട്ടെ. ഇന്നലെ വൈകുന്നേരം ഇന്നലെ 6-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് റസാഖിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബന്ധം KSEB വിച്ഛേദിച്ചത് KSEB ഉദ്യോഗസ്ഥരുടെ വികാരം അനുസരിച്ചാണോ, നാട്ടിലെ നിയമപ്രകാരവും നിങ്ങളുടെ സപ്ലൈ കോഡും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിയമവും ചട്ടവും അനുസരിച്ചാണോ എന്ന് അങ്ങ് പറഞ്ഞു തന്നാൽ മതി ശ്രീ MG സുരേഷ് കുമാർ. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMD ആയിട്ടുള്ള
ബിജു പ്രഭാകർ IAS-ന്റെ നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് അത്തരം ഒരു ഉത്തരവിടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ പ്രശ്നത്തെ വിശകലനം ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവിന്റെ നിയമസാധുത എന്ന് പറയുന്നത് ഈ പറയുന്ന നേരത്തെ ഇവിടെ മറിയം പറഞ്ഞല്ലോ, ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടോ, ഇവരുടെ പേര് പ്രശ്നമുണ്ടോ എന്നതൊക്കെ നിയമം പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ നിയമസാധുതയും നിയമം പരിശോധിക്കുക തന്നെ ചെയ്യണം. നിയമപരമായി ഇത് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന കാര്യം ഒരു സാധാരണ പൗരന് പ്രവർത്തിക്കാൻ കഴിയുന്ന അതേ രീതിയിലാണോ ഇലക്ട്രിസിറ്റി ബോർഡിനും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ചെയർമാനും അതിന്റെ ഡയറക്ടർക്കും ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിക്കും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. നിങ്ങൾ ഏതു ചട്ടപ്രകാരമാണ് ഇലക്ട്രിസിറ്റി കുടിശ്ശികയില്ലാത്ത, അതായത് 4-ാം തീയതി ഡിസ്കണക്ഷൻ കഴിഞ്ഞു, 5-ാം തീയതി ബില്ലടയ്ക്കുന്നു, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡ്യൂ ഇല്ലാത്ത ഒരു കൺസ്യൂമറുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിക്കാൻ KSEBക്ക് മുന്നിലുള്ള നിയമപരിരക്ഷ എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി വൈദ്യുതി ബന്ധമുള്ള ഏത് സ്ഥലവും കൃത്യമായി പരിശോധിക്കാനും പരിശോധിച്ച് അവിടെ ഏതൊക്കെ തരത്തിലുള്ള സേഫ്റ്റി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നിരന്തരമായി പരിശോധിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമേ വൈദ്യുതി കൊടുക്കാൻ കഴിയൂ. മർദ്ദനത്തിന് വിധേയമാകുന്ന ഒരു സ്ഥലത്ത് അത്തരത്തിൽ വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും ആ പെർമിസസിന് തന്നെയും സേഫ്റ്റി ഇല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി കൊടുക്കാതിരിക്കുക എന്നത് കൂടി ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം കേരളം മുഴുവനും കേൾക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ചെന്നു കയറാൻ സുരക്ഷയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ അവിടെ പോയത്? അല്ല, ഇനി ഇതാ നോക്കൂ, മറിയത്തിന്റെ വീട്ടിൽ ചെന്നു കയറുമ്പോൾ തല്ല് കിട്ടും എന്നുള്ളതാണല്ലോ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്തിനാണ് അവിടെ പോയത്? തല്ല് മേടിക്കാനോ? ഞങ്ങൾ ഇന്നലെ അവരെ വീട്ടിലല്ലല്ലോ കട്ട് ചെയ്ത്, റോഡിലുള്ള എന്താ പറയാ ലൈനിൽ നിന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്നാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അതെന്തിനാണെന്നാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. MG സുരേഷ് കുമാർ, ഡ്യൂ ഇല്ലാത്ത ഒരിടത്ത് അല്ലെങ്കിൽ അവർ പരാതി പറയണം, ഞങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഉത്തരവാദിത്തമാണ്. ഒരു ഉത്തരവാദിത്വവും അവിടെ ഇല്ല. അവർ പറയണം ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി സംബന്ധമായ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഷോക്ക് ഏൽക്കുന്നുണ്ട്, ഇവിടുത്തെ കണക്ഷൻ ശരിയല്ല എന്ന് പറയണം. അങ്ങനെയുള്ള പരാതികളില്ല. ഡ്യൂ ഇല്ലാത്ത ഒരു വീട്ടിലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തു നിയമമാണുള്ളത്? അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മീറ്റർ ഉള്ള ഇടം വരെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്വത്താണ്. മീറ്ററിന് ശേഷം വൈദ്യുതി വരുന്ന പ്രദേശത്ത് അതിൻ്റെയും ഇൻസ്റ്റലേഷൻ അടക്കമുള്ള സാധനങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ ഡ്യൂട്ടിയാണ്. അത്തരത്തിലൊരു ഡ്യൂട്ടി നിർവഹിക്കാൻ കൺഡ്യൂസീവ് അല്ലാത്ത ഒരു പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം നിലനിർത്താനുള്ള എന്ത് ബുദ്ധിമുട്ടാണ് അവിടെയുള്ളത്? നിങ്ങൾ 5-ാം തീയതി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചല്ലോ. 5-ാം തീയതി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചല്ലോ. ഒരു മിനിറ്റ്, അവിടെ പ്രശ്നമുണ്ട് ശ്രീ സുരേഷ് കുമാർ. 4-ാം തീയതിയാണ് അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു എന്ന് നിങ്ങൾ പറയുന്നത് അല്ലെ? 4-ാം തീയതിയാണ് അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു എന്ന് നിങ്ങൾ പറയുന്നത്. 5-ാം തീയതി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു? നാലാം തീയതി അവിടെ ഡിസ്കണക്ട് ചെയ്തു. അവര് 4-ാം തീയതി രാത്രി ബില്ലടയ്ക്കുന്നു. അതിനിടയ്ക്ക് അവിടെ വാക്കുതർക്കമുണ്ടാകുന്നു, ഉദ്യോഗസ്ഥന്മാർക്ക് മർദ്ദനമേൽക്കുന്നു. സ്വാഭാവികമായും പോലീസിൽ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന്റെ ഭാഗമായി ഇവർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് ജീവനക്കാരെ ആക്രമിക്കുന്നു. അല്ലാതെ 4-ാം തീയതി അവരെ വീട്ടിൽ നിന്നുണ്ടായ സംഭവം അല്ലല്ലോ. ഇവര് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നു, ഓഫീസ് കയ്യേറുന്നു. 5-ാം തീയതി എങ്ങനെ നിങ്ങൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു? 5-ാം തീയതി എങ്ങനെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വെച്ചാൽ അവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത് റോഡിൽ നിന്നാണ്. റോഡിൽ എന്താ പറയാ പോസ്റ്റിൽ നിന്നാണ് ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത്. ആ പോസ്റ്റിൽ അത് റീകണക്ഷൻ കൊടുത്തു. പക്ഷേ അങ്ങനെ റീകണക്ഷൻ കൊടുക്കുമ്പോഴും തുടർന്ന് ആ വൈദ്യുതി ബന്ധമുള്ള പെർമിസസിൽ
പ്രവേശിക്കാനോ ആ പെർമീസസിൽ പ്രവർത്തനം കൈകാര്യം ചെയ്യാനോ കഴിയുന്ന സുരക്ഷിതമായ അന്തരീക്ഷം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിച്ഛേദിക്കുന്നു. നാലാം തീയതി നിങ്ങൾ വൈദ്യുതി ബന്ധം ശരിയാണ്. കൺസ്യൂമർ പരാതി പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിക്കാം. അവിടെ ലൈനിന് തകരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ പലതുമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ശ്രീ സുരേഷ് കുമാർ, അതൊക്കെ ശരിയാണ്. ശ്രീ സുരേഷ് കുമാർ, ഇതൊക്കെ ശരിയാണ്. 4-ാം തീയതി വൈദ്യുതി ബന്ധം നിങ്ങൾ വിച്ഛേദിക്കുന്നു. അന്നാണ് മർദ്ദനം ഉണ്ടാകുന്നത്. ആ പ്രമാസത്തിൽ നിങ്ങൾക്ക് തിരിച്ചു കയറാൻ കഴിയില്ല എന്നും വൈദ്യുതി ബന്ധം കൊടുക്കാൻ കഴിയുന്ന സുരക്ഷ ഇല്ല എന്നും ഉറച്ച വിശ്വാസമുള്ള നിങ്ങൾക്ക് 5-ാം തീയതി ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെളിപാടുണ്ടാവുകയാണ്, അയ്യോ അവിടെ വൈദ്യുതി ബന്ധം കൊടുത്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സുരക്ഷ അവിടെ ഇല്ല എന്ന്. എന്നിട്ട് നിങ്ങൾ 5-ാം തീയതി വന്നത് വിച്ഛേദിക്കുകയാണ് അല്ലേ? അതായത് സമാധാനത്തോടു കൂടി നിങ്ങൾ ഈ സാധനത്തിനകത്ത് തിരിച്ചു ചോദിക്കാതിരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു തീരുന്നവരെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അതായത് ഒരു പെർമിസസിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത് ആ വീട്ടുകാരുടെ ആവശ്യമാണ്. ആ വീട്ടുകാരുടെ ആവശ്യമായിട്ടുള്ള അവർ ബില്ലടച്ചു, അവിടെ തർക്കമുണ്ട്, അവിടെ ചെന്ന ആളുകളെ മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷവും അവർ ബില്ലടച്ചു എന്നതിന്റെ ഭാഗമായി 5-ാം തീയതി ഇലക്ട്രിസിറ്റി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ അവിടെ ചെല്ലുന്നു. അവർക്ക് ആവശ്യമുള്ളതാണ്, പുനഃസ്ഥാപിക്കുന്നു. അതിനുശേഷവും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവരെ മർദ്ദിക്കുകയും ഓഫീസ് ഉപകരണങ്ങൾ തല്ലി തകർക്കുകയും ചെയ്യുന്നു ആ വീട്ടിലുള്ള ആളുകൾ, ഈ പറയുന്ന അജ്മൽ അടക്കമുള്ള ആളുകൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പെർമീസസിൽ വീണ്ടും ഏതെങ്കിലും രൂപത്തിൽ പരിശോധന നടത്താൻ കൺഡ്യൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ബോർഡ് ചെയർമാൻ ആ വൈദ്യുതി ബന്ധം പുറത്തുനിന്ന് വിച്ഛേദിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത്. ഇതിനകത്ത് നിയമപരമായി ഈ കാര്യത്തിനകത്ത് നിയമപരമായ ഈ കാര്യത്തിനകത്തുള്ള ഈ പറയുന്ന സംഭവത്തിന് ശേഷം ഇവർ മർദ്ദിച്ചതിന്റെ ഭാഗമായി മാത്രമല്ല, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമോ? അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഒരു വീട്ടിലെ വിച്ഛേദിക്കണമെങ്കിൽ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമോ? സുരേഷ് കുമാർ, ഒരു വീട്ടിലെ കാലഘട്ടവും സന്മാർഗപാഠവും അവിടെ നിൽക്കട്ടെ. ഒരു വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കണമെങ്കിൽ ശ്രീ സുരേഷ് കുമാർ, വൈദ്യുതി ബന്ധം ഒരു വീട്ടിലേക്ക് വിച്ഛേദിക്കണമെങ്കിൽ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണോ? വേണ്ട. പിന്നെ വൈദ്യുതി ബന്ധം ബില്ലടയ്ക്കാത്തതിന്റെ ഭാഗമായി വിച്ഛേദിക്കണമെങ്കിൽ മാത്രമേ നോട്ടീസ് കൊടുക്കേണ്ടതുള്ളൂ. മറ്റ് അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വിച്ഛേദിക്കുന്നതിന് 1 മിനിറ്റ് പോലും നോട്ടീസ് കൊടുക്കേണ്ടതില്ല. ഈ അസാധാരണമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ നിയമത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അപകടകരമായ സാഹചര്യത്തിൽ ഒരു വൈദ്യുതി ബന്ധം അപകടകരമായ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അവിടെ വിച്ഛേദിക്കുന്നതിന് 1 മിനിറ്റ് പോലും നോട്ടീസ് കൊടുക്കണം. അപകടകരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് വൈദ്യുതി ജീവനക്കാർക്ക് പണിയെടുക്കാൻ കഴിയാത്തതും അപകടകരമായ സാഹചര്യം തന്നെയാണ്. അത് ഓൾറെഡി നിങ്ങൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞല്ലോ. പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ ഒരിടത്ത് ഇനി അടുത്ത പണി നിങ്ങൾ എടുത്തത് അത് വിച്ഛേദിക്കുക എന്നുള്ളതാണ്. അപ്പൊ പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം വിച്ഛേദിക്കാൻ പോകേണ്ടതില്ല. ഈ അപകടകരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങേക്ക് തോന്നുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. അപകടകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ നിയമത്തിൽ നിഷ്കർഷിക്കുന്നത്, വ്യക്തമാക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്ന്, നിയമപുസ്തകത്തിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിലും ഒരു പ്രവർത്തനവും നടത്താൻ കഴിയില്ല. ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ബോധ്യപ്പെടാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വ്യാഖ്യാനിക്കാനും അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടപടിയെടുക്കാനും കൂടി ഉള്ള ഉത്തരവാദിത്വം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്, അതിന്റെ ഡയറക്ടർമാർക്കുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന് ബാധകമായ 139(1) എന്ന നിങ്ങളുടെ സപ്ലൈ കോഡിൽ പറയുന്ന 139(1) എന്താണ് ശ്രീ സുരേഷ് കുമാർ? 139(1) റെഗുലേഷൻ എന്താണ്?
എന്താണ് പറയൂ? As per regulation 139(1) of the Supply Code 2014, അങ്ങ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ നേതാവൊക്കെ ആണല്ലോ. The licensee shall give not less than 50 clear days. അതെ അല്ലേ, ഇന്റിമേറ്റിംഗ് ദ കൺസ്യൂമർ അബൌട്ട് ദ ഗ്രൗണ്ട് ഫോർ ഡിസ്കണക്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങ് നേരത്തെ പച്ചയ്ക്ക് നിഷേധിച്ചത് ഈ ചട്ടമാണ്. നിങ്ങള് അത് മാത്രമല്ല സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 126 എന്ന് പറയുന്ന വേറൊരു റെഗുലേഷൻ ഉണ്ട്, 135 എന്ന് പറയുന്ന വേറൊരു റെഗുലേഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് പറയൂ. ഞാൻ 139(1) എന്ന് പറഞ്ഞപ്പോ അതൊക്കെ വായിച്ച് കേൾപ്പിക്കാണല്ലോ ചെയ്തത്. ഇതൊക്കെ എന്താണെന്ന് കൂടി പറയൂ. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് സേഫ്റ്റി റെഗുലേഷൻ അനുസരിച്ച് വൈദ്യുതി ജീവനക്കാർക്ക് സേഫായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം സ്ഥലത്ത് വൈദ്യുതി ബന്ധം സമയത്ത് തന്നെ, ഏത് സമയത്താണോ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് ആ സമയത്ത് തന്നെ ഡിസ്കണക്ട് ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. 4-ാം തീയതി, അതായത് 4-ാം തീയതി ഡിസ്കണക്ഷൻ നടക്കുന്നു. 5-ാം തീയതി നിങ്ങളെ അവിടെ ആരും ഒരു പരാതിയും പറഞ്ഞു. അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 24 മണിക്കൂറും അറ്റൻഷൻ വേണ്ട, ഏത് സമയത്തും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ്. അത് എല്ലാ സമയത്തും വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ വൈദ്യുതി കൊടുക്കാൻ കഴിയൂ. അത് അറ്റൻഡ് ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വവുമാണ്. 24 മണിക്കൂറും വൈദ്യുതി ഉള്ള പെർമീസസ് അറ്റൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വളരെ മോശകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പെർമീസസിൽ 24 മണിക്കൂറും അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ, സാഹചര്യം എപ്പോഴാ വരാൻ പറ്റുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരൂ എന്ന് പറയാൻ കഴിയില്ല. അപകടകരമായ സാഹചര്യം, കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു ഉൽപ്പന്നം കൂടിയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പ്രതികളുടെയൊക്കെ വൈദ്യുതി കണക്ഷൻ നിങ്ങൾ കട്ട് ചെയ്യോ? നാട്ടിൽ ക്രിമിനൽ കേസിൽ പ്രതികളാവുന്ന, ശിക്ഷിക്കപ്പെടുന്ന, കൊലപാതക കേസിൽ പ്രതികളാവുന്ന ആളുകളുടെയൊക്കെ വൈദ്യുതി കണക്ഷൻ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യോ? ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തി മാത്രം. ഇങ്ങനെ ഒരു വിലയിരുത്തൽ നിങ്ങൾ യോഗം ചേർന്നിട്ടുണ്ടോ? വിലയിരുത്തലിന് യോഗം ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയിട്ടുള്ള വൈദ്യുതി ബോർഡ് ചെയർമാനോട് ചോദിക്കണം. ഞാനല്ല ശരി. അപ്പൊ അങ്ങ് പറഞ്ഞത് വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു യോഗം ചേരണം, ആ യോഗത്തിനൊരു മിനിറ്റ്സ് ഉണ്ടാകണം, അല്ലെ? ഇതൊക്കെ വേണമല്ലോ. വൈദ്യുതി ബോർഡ് ചെയർമാന് ഈ പറയുന്ന ചട്ടം നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാവുന്ന കേസാണോ? ശരി, ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സത്യവാങ്മൂലം അവരെ കൊണ്ട് ഒപ്പിടിക്കാൻ തഹസിൽദാർ അവിടെ ചെന്നല്ലോ. ഒരു സത്യവാങ്മൂലം ഒപ്പിടിക്കാൻ വേണ്ടി അവിടെ തഹസിൽദാർ ചേർന്നു. KSEBക്ക് ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനത്തിൽ എന്താണ് ഉത്തരവാദിത്തം? തഹസിൽദാരല്ലേ ചെന്നത്? ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട, വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇനി മക്കൾ ഇടപെടില്ല എന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞിരുന്നു. മാത്രമല്ല, നിങ്ങളുടെ വൈദ്യുതി ബോർഡ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ്? വൈദ്യുതി ബോർഡ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ് ശ്രീ സുരേഷ് കുമാർ? ഞാൻ പറഞ്ഞുതരാം. അതായത് KSEB ജീവനക്കാരെ ഓഫീസിനെ ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ പ്രസ്തുത ഭവനത്തിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ബഹുവൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി ബന്ധം ഇനി പുനഃസ്ഥാപിക്കാം എന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്ന എന്ത് സാഹചര്യമാണുള്ളത്? ഇതൊക്കെ നോക്കാൻ നാട്ടിൽ പോലീസും കോടതിയും ഇല്ലേ? അവിടെ FIR ഇല്ലേ? അവിടെ ഒരു കേസ് അന്വേഷണം നടക്കുന്നില്ലേ? ഇതെന്താ രാജഭരണോ? അതായത് ഇലക്ട്രിസിറ്റി ആക്ട് 181 പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ അധികാരമുണ്ട്. വൈദ്യുതി ആക്ട് 181 പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന അഡീഷണൽ ADM ആണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന രൂപത്തിൽ, വിച്ഛേദിക്കുന്ന മാത്രമല്ല പുനഃസ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശം നൽകാൻ കഴിയുന്ന രൂപത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയായ ജില്ലയ്ക്കുള്ളിലുണ്ട്. ആ
എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയിൽ നിന്ന് കൊണ്ടായിരിക്കണം ഈ പറയുന്ന രൂപത്തിൽ തഹസിൽദാർ അവിടെ ചുമതലപ്പെടുത്തിയതനുസരിച്ചിട്ട് വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു കേസ് നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രിക്കും ഉദ്യോഗസ്ഥ സംവിധാനത്തിനും എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് വകുപ്പ് മന്ത്രിക്ക് ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രം വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചാൽ മതി എന്ന തീരുമാനം എടുക്കാൻ കഴിയുന്നത്? വൈദ്യുതി മന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്തുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല. വൈദ്യുതി മന്ത്രിയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും എന്നല്ലാതെ വൈദ്യുതി മന്ത്രി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വകുപ്പ് അറിയിച്ചിരിക്കുന്ന തീരുമാനമാണ് ഇത്. ശ്രീ സുരേഷ് കുമാർ, അതിൽ പറയുന്നത് KSEB ജീവനക്കാരെയോ ഓഫീസിനെയോ ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ പ്രസ്തുത ഭവനത്തിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ബഹുവൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ്. മന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഇതൊരു വ്യാജ ഡോക്യുമെന്റ് KSEB പുറത്തിറക്കിയതായിരിക്കണം. ഇത് വൈദ്യുതി മന്ത്രി തീരുമാനിച്ചു എന്നല്ലല്ലോ. വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിക്ക് ഇത്തരം കാര്യത്തിൽ ഏത് കാര്യത്തിലും വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലാകത്തും അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ വെച്ചുകൊണ്ട് വൈദ്യുതി ബോർഡിന് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരമുണ്ട്. നാട്ടിലുള്ള നിയമം അനുസരിക്കാതെ ഒരു ഉത്തരവും ഒരു സർക്കാരിനും ഒരു മന്ത്രിക്കും ഒന്നും ഒരു ഡയറക്ടർക്കും ഒന്നും പുറത്തിറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാധാരണ മനുഷ്യരുടെ നിയമ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഏറെ നേരമായല്ലോ നമ്മൾ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങിയിട്ട്. ശ്രീകുമാർ, ദാ ഇവിടെ 7ാം ക്ലാസ്സിലെ സന്മാർഗ പാഠപുസ്തകത്തിന്റെ അധ്യാപകരുടെ രീതിക്കാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ തെറ്റു ചെയ്യില്ല, നിങ്ങൾ ഇനി നല്ല വഴിക്ക് നടന്നോളും, നിങ്ങൾ നല്ല നടപ്പ് നടന്നോളും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സർവീസ് നൽകാം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തരത്തിൽ ഒരു നിയമവും ഒരു സർവീസും തമ്മിൽ ബന്ധമുണ്ടോ? നോക്കൂ മാധു, ഇത് ഈ തിരുവമ്പാടിയിൽ നടന്ന സംഭവം ഒരു വീട്ടിലത്തെ വൈദ്യുതി ബിൽ അടയ്ക്കുന്നതും കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതും സംബന്ധിച്ചാണ്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ മിക്കവാർക്കും അറിയാൻ വഴിയില്ല. കാരണം അതൊരു സാധാരണഗതിയിൽ നടക്കുന്ന തർക്കമാണ്. നമ്മുടെ നാട്ടിൽ ഈ KSEB ഉദ്യോഗസ്ഥരും അതുപോലെ ഉപഭോക്താക്കളും തമ്മിൽ ഒക്കെ തർക്കങ്ങൾ നടക്കാറുണ്ട്. അതിലൊന്നും വലിയൊരു കഴമ്പൊന്നും നമ്മൾ കാണാറില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഒരു നിത്യേന ആവശ്യമുള്ളൊരു വസ്തു എന്ന നിലയ്ക്ക് നമ്മളിവിടെ ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വൈദ്യുതി, പാല്, പത്രം, ആശുപത്രി ഇതൊക്കെ നമ്മളെ ഏത് കാലത്തും അവശ്യ വസ്തുക്കളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. അങ്ങനെയുള്ള ഒരു വൈദ്യുതി ഒരു വീട്ടിൽ കുറ്റക്കാരല്ലാതിരിക്കെ തന്നെ ഡിസ്കണക്ട് ചെയ്യുന്നത് തെറ്റാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് പോലീസ് പരിശോധിക്കട്ടെ, കോടതിയിൽ തീരുമാനമെടുക്കട്ടെ. ഇവിടെ KSEB ജീവനക്കാർക്ക് വേണ്ടി സംസാരിച്ച സുഹൃത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് തന്നെ ഈ ചാനൽ ചർച്ച കേൾക്കുന്നവർക്ക് ഏതാണ്ടൊക്കെ കാര്യം പിടുത്തം കിട്ടിക്കാണും. വൈകാരികമായ ചില വിഷയങ്ങൾ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് കാര്യം. കാരണം ഇതൊരു വൈകാരിക വിഷയമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിലെന്താണ്, ഇവർക്ക് നാളെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും സംവിധാനത്തിൽ പോയിട്ട് ഇവരുടെ അഭിപ്രായം പറയണമെങ്കിൽ അവർക്ക് ഉത്തരം മുട്ടും. ഇതിൽ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ മന്ത്രി ഇക്കാര്യത്തിൽ വളരെ ആലോചിച്ച് വേണമെന്ന് അഭിപ്രായം പറയാൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഉപഭോക്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി പറയുകയാണ്, ആ ഉപഭോക്താവിൻ്റെ വീട്ടിൽ ജീവനക്കാർ ചെല്ലുമ്പോൾ തല്ല് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടാവണമെന്ന്. നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനമില്ലേ? പോലീസിനെ കൂട്ടിപ്പോക്കൂടെ ഇത്ര ധൈര്യമില്ലാത്തവരാണെങ്കിൽ? ഇനി അതുമാത്രമല്ല, ഒരു വൈകാരിക ഒരു മുഹൂർത്തത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ തല്ലെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നടന്നാൽ എന്ന് മന്ത്രി പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വയോധികരായ മാതാപിതാക്കളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുക വെച്ചാൽ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ പെട്ടെന്ന് ഇടപെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇനി അതുമാത്രമല്ല, സാധാരണഗതിയിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ 21ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നതെന്ന് ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ നവകേരളവും നവോത്ഥാനവും ഒക്കെ പറയുമ്പോൾ വയോധികരെ ചേർത്ത് നിർത്തേണ്ട ഒരു കാലമാണിത്. വയോമിത്രം എന്ന് പറയുകയും അതുപോലെ ഓരോരോ വിഷയങ്ങളിലും വയോധികരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുന്നത്. മാതാപിതാക്കളെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന മക്കളെ
അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാലമാണിത്. അവിടെയാണ് മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കളെ ശിക്ഷിക്കാനുള്ള രീതിയിലേക്ക് പോകുന്നത്. ഇവിടെ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ നിസ്സാരമായി പോകേണ്ട ഒരു വിഷയമാണിത്. KSEB ചെയർമാൻ നിർദ്ദേശം നൽകിയെന്നാണ് പറയുന്നത് കണക്ഷൻ വിച്ഛേദിക്കാൻ. നിയമപരമായിട്ട് വൈദ്യുതി ബില്ലിൻ്റെ പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമെന്ന് ആ ബില്ലിൽ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. പഴയ കാലത്താണെങ്കിൽ അത് 2 ആഴ്ചത്തെ നോട്ടീസ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് ബില്ലിൽ തന്നെ ഉണ്ട്. ഇനി അഥവാ അങ്ങനെ ഡിസ്കണക്ട് ചെയ്തു, ശരി, അവർ പൈസ അടച്ചു, ഇപ്പോ ആശുപത്രിയിൽ കയറി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രോഗി, അയാൾക്കിനി ജീവിതത്തിൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സയെ നൽകില്ല എന്നൊരു തീരുമാനമെടുക്കുന്ന സംവിധാനം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലി അയാൾക്കിനി ഒരു നിയമപരിരക്ഷയുമില്ല എന്ന് പോലീസുകാർ പറയുന്നൊരു സാഹചര്യം, ഒരാൾ ഒരു കടയിൽ കയറി പ്രശ്നമുണ്ടാക്കി അയാൾക്കിനി അരി കൊടുക്കില്ല നാട്ടിൽ എന്ന് തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനം. നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറി പ്രശ്നമുണ്ടാക്കിയാൽ പോലും അയാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും, അല്ലേ? ഇത് ഏകപക്ഷീയമായി അങ്ങ് തീരുമാനിക്കുകയാണ് ഇനി ഒരു സർവീസ് കൊടുക്കില്ല എന്ന്. എന്നിട്ട് പ്രായപൂർത്തിയായ മക്കൾ തെറ്റ് ചെയ്യില്ല എന്ന് വയോധികരായ രോഗാതുരരായ മാതാപിതാക്കളെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങുക. അതെ, ഞാനതാ സ്മൃതി പറഞ്ഞു, ഇത് ഭരണഘടനാപരമായി ഒരു പൗരന് നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ലംഘനം കൂടിയാണ്. കാരണം ആ മാതാപിതാക്കളുടെ മക്കൾ തെറ്റ് ചെയ്താലും അവർ മുതിർന്ന പൗരന്മാരാണ്. ആ മുതിർന്ന പൗരന്മാർ തെറ്റ് ചെയ്യില്ല എന്ന് അച്ഛനും അമ്മയും എഴുതി കൊടുത്താലേ വൈദ്യുതി കണക്ഷൻ നൽകൂ എന്ന് ഞാൻ എൻ്റെ ഇതുവരെയുള്ള പത്രപ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇത് എന്താണ് ഈ മന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത്? മന്ത്രി രാവിലെ പറഞ്ഞ മന്ത്രി പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊരു വ്യക്തമായ അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലാന്ന് തോന്നുകയാണ്. അദ്ദേഹത്തിന് വ്യക്തമായ വിവരം കിട്ടിക്കാണില്ല. ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ KSEBയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ജീവനക്കാർക്ക് എതിരൊന്നുമല്ല. ഈ വിഷയത്തിൽ ഞാൻ രാഷ്ട്രീയവും കാണുന്നില്ല. ഇവിടെ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം തിരുവല്ല നഗരസഭയിൽ അവിടുത്തെ ജീവനക്കാർ ഒരു റീൽ ചിത്രീകരിച്ചു. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചട്ടപ്രകാരം അവർക്ക് നോട്ടീസ് കൊടുത്തു. നമ്മുടെ മന്ത്രി രാജേഷ് എന്താണ് പറഞ്ഞത്? അത് അവർ ഞായറാഴ്ച വന്ന് അധിക ജോലി ചെയ്തുകൊണ്ട് അവരവരുടെ സർഗാത്മകത പ്രകടിപ്പിച്ചതിനെ അംഗീകരിക്കുന്നു. അതൊരു മന്ത്രി ചെയ്യേണ്ട നല്ല കാര്യമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ഇന്ന് നടത്തിയ പ്രസ്താവനയും നമ്മൾ കാണേണ്ടത്. അതേ ജീവനക്കാരെ ന്യായീകരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജീവനക്കാരെ ന്യായീകരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു അവശ്യ വസ്തുവാണ്. അവശ്യ വസ്തു ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പൗരനെ, വോട്ടവകാശമുള്ള പൗരനെ, ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്താൻ വോട്ടവകാശം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുകയാണ്. അവിടെയുള്ള മുതിർന്ന ആളുകൾ പറയുന്നത് അദ്ദേഹം ഹൃദ്രോഗിയാണ്, അദ്ദേഹം പക്ഷാഘാതം നേരിട്ട ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വെച്ചാൽ മരുന്ന് സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്തായിരിക്കാം? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവി കൊള്ളണമെങ്കിൽ അതിൻ്റെ ഉപകരണത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കാം? അതുപോലെ ഇൻസുലിൻ എടുക്കുന്ന കാര്യമാണെങ്കിൽ ആ ഇൻസുലിൻ കാർട്രിഡ്ജുകൾ സൂക്ഷിച്ചിട്ടുള്ള ആ ഫ്രിഡ്ജിന്റെ അവസ്ഥ മോശമാണെങ്കിൽ ആ ഇൻസുലിൻ എന്തിനു കൊള്ളാം? 1000 രൂപയാണ് ഒരു കാർട്രിഡ്ജിന് വില എന്ന് ആലോചിക്കണം. രാത്രി ഒരു വയ്യാഴിക വന്നു, ഒരു ഫോൺ കോൾ ചെയ്യണം, അത് ചാർജ് ചെയ്യാനുള്ള സംവിധാനമില്ല. അങ്ങനെ പല തരത്തിലുള്ള നിസ്സഹായാവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളിവിടാൻ കഴിയുമോ സംവിധാനത്തിന് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോ സിസ്റ്റം മനുഷ്യനെ പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങ് പൂർത്തീകരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ ചെറിയ അബദ്ധം പറ്റിയത്, നമ്മുടെ KSEB വൈദ്യുതി വകുപ്പ് മന്ത്രി പക്ഷം പിടിക്കാൻ പാടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ജീവനക്കാരാണെന്നുള്ള സത്യം തന്നെയാണ്. കാരണം ജീവനക്കാരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് ഇതെന്തായാലും ഒരു അന്വേഷണം നടത്തിയിട്ട് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ, ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് കൊടുക്കുക ആ വീട്ടുകാർക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ജീവനക്കാരുടെ അവകാശമാണെങ്കിലും അവിടെ ക്രമസമാധാന പ്രശ്നമാണെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ആദ്യം നിങ്ങൾ ആ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകൂ എന്ന് പറയാമായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് സിസ്റ്റം മനുഷ്യനെ പോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. ഈ ഒരു സംഭവം മാത്രമല്ല, കുറച്ച് നാൾ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിച്ചു കളിച്ച 2 ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഓർമ്മയുണ്ട്. KSEBയും MVDയും ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? ഇവിടെ ഫ്യൂസ് ഊരുന്നു, അവിടെ വണ്ടിക്ക് ഫൈൻ ഇടുന്നു എന്ന തരത്തിൽ 8 or 10 ഗോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് നിരന്തരം വാർത്ത കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെ എന്ന ചോദ്യം പലവരും അവിടെ ഉണ്ടായിട്ടും ഈ മന്ത്രിമാരാരും പ്രതികരിച്ചില്ല. ഇനി ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നും
എന്താണ് ചെയ്യേണ്ടത് എന്നുമൊക്കെ നിയമം പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട 3 പരാതികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട FIRകളുണ്ട്. പോലീസ് അതിലെ നീതി നിർവഹണം ഒപ്പം ക്രമസമാധാന പാലനവും ഏറ്റെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഈ സന്മാർഗപാഠം നടപ്പിലാക്കൽ എന്ന് പറയുന്നത് ഏത് ബോർഡിന്റെ ഏത് വകുപ്പിന്റെ ചുമതലയാണ്? മാധു, എനിക്ക് ആദ്യം പറയാനുള്ളത്, കേരളത്തിൽ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി നടന്നാലും അതെല്ലാം ഗവൺമെന്റിലേക്ക് തിരിച്ചുവിടുന്നൊരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ അവസാനത്തെ ജുഗുപ്സാപരമായിട്ടുള്ള ഉദാഹരണമായത്. ഞാൻ നിങ്ങളെന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 3 മണിയായപ്പോൾ ഈ KSBയുടെ തിരുവമ്പാടി ഓഫീസിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വസ്തുക്കളെല്ലാം തിരക്കി. ഇപ്പോൾ KSB ഉദ്യോഗസ്ഥന്മാർ അവരുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നുള്ള സ്വാഭാവികമാണെന്ന് വേണം ചിന്തിക്കാം. ഞാൻ ഈ 3 മണിക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ആ ഉദ്യോഗസ്ഥർ, മാന്യനായ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്, കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ആ ഉമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് പരാതി നൽകാനെന്ന് പറഞ്ഞു. 4-ാം തീയതി ഉണ്ടായൊരു വിഷയം തന്നെയുമല്ല, മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണ് അവർക്ക് നേരെ ഉണ്ടായെന്നാണ് ഉമ്മ ആരോപിക്കുന്നത്. ഒരു പ്രായം ചെന്നൊരു ഉമ്മയെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ആ വീട്ടിൽ ചെന്ന് ദേഹോപദ്രവം ചെയ്യുകയും ഉന്തി താഴെയുടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പൊതുബോധമുള്ളതെന്നല്ല, അതിനപ്പുറം ബോധം ഇല്ലാത്തവരാണെങ്കിൽ പോലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഈ 4 ദിവസം വൈകിയത്? അതിനാ ഉമ്മ പറഞ്ഞ മറുപടി എന്താ? എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല, പിറ്റേ ദിവസം ആശുപത്രി ചെന്ന് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. എത്ര വൈരുദ്ധ്യമാണ്! തന്നെ ആ പ്രിയപ്പെട്ട ഉമ്മ ഈ ചർച്ചയിലുണ്ടെന്നാവുന്നത്. ആ ഉമ്മ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളോട് മാത്രം നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. ഞാൻ ഇതിനു മുമ്പ് ഒരു ചർച്ച പങ്കെടുത്ത ആ ഉമ്മയായിട്ട്, ആ പ്രിയപ്പെട്ട ഉമ്മയായിട്ട്, അവരെന്താ പറഞ്ഞേ? ഒപ്പിടിയിക്കാൻ വന്നു തഹസിൽദാർ, എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്യാത്തോടത്ത് ഞാൻ എന്തിനാ ഒപ്പിട്ട് കൊടുക്കുന്നത്? അപ്പോൾ തെറ്റ് ചെയ്തെന്നുള്ളൊരു വരുത്താൻ വേണ്ടിയിട്ടുള്ള നാടകമല്ലേ എന്ന്. എന്താണ് ഈ ഉമ്മ അങ്ങനെ പറഞ്ഞത്? ഉമ്മ പാവം അറിഞ്ഞിട്ടില്ലായിരിക്കും. അവരുടെ മകൻ, അതായത് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ആ വിച്ഛേദിക്കുന്നതിന് മുമ്പാണ് ആ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിച്ചത്. ആ ഉപദ്രവിച്ചവർക്ക് റിപ്പോർട്ട് ചെയ്യണം. 2022 ഇതേ അനുഭവം ഉണ്ടായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നവരെ എന്തിനെന്ന് ഉപദ്രവിക്കും, ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് 2022. നിങ്ങൾക്ക് വേണം, ഞാനത് വേണം വാട്സാപ്പിൽ അങ്ങോട്ട് അയച്ചിട്ട്. ഇതെല്ലാം അന്വേഷിച്ചിട്ട് ചർച്ച ആയിരിക്കുന്നത്. കാരണം സർക്കാരിനെതിരെയാണല്ലോ നിങ്ങളെല്ലാം ആഞ്ഞടിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയാം. ഈ സംഭവത്തിന് ശേഷം അവർ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. കാരണം അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റൂൾസിലുള്ളതാണ് 15 ദിവസമുള്ള റൂൾ എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിലെയും തമിഴ്നാട് ഹൈക്കോടതിയിലെയും ഉത്തരവാണ്. അതിന് മുന്നറിയിപ്പ് കൊടുത്ത് ഇപ്പോൾ മെസ്സേജ് കൊടുത്തിട്ട് 2 ദിവസം മുമ്പ് വാണിംഗ് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മളല്ല ഇതിൻ്റെ ഉപഭോക്താക്കളാണ്. അരമണിക്കൂർ കറണ്ടില്ല, നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്, ഇവരെ വിളിക്കാറുണ്ട്, ഇവരുടെ കാര്യങ്ങൾ തിരക്കാറൊക്കെ ഉള്ള നമ്മളെല്ലാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വീണ്ടും അത് കട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പൈസ അടയ്ക്കാതെ ഇടിവ് വന്നപ്പോൾ പുറത്തെ പോസ്റ്റിൽ നിന്ന് ഭയന്നിട്ട് ആ ഉദ്യോഗസ്ഥർ വന്ന് കട്ട് ചെയ്തു. വീടിനകത്ത് കയറിയിട്ടില്ല. എന്നിട്ട് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയിൽ ഇവർ പൈസ കൊടുക്കുന്നു. രാത്രിയിൽ ബുദ്ധിമാന്മാരായ ഉദ്യോഗസ്ഥർക്ക് രാത്രിയിൽ ആ വീട്ടിൽ വന്നപ്പോൾ ചിത്രീകരണം വേറെ പോയനെ. അവർ രാവിലെ വന്ന് കണക്ഷൻ റീചാർജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 10 മണിയായപ്പോൾ ആ KSB ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് രാവിലെ 10 മീറ്റിംഗ് ഉണ്ട് അവർ വർക്കിനെ കുറിച്ച്. ആ മീറ്റിംഗ് നടക്കുമ്പോഴാണ് അവിടുത്തെ ഓഫീസിന്റെ മുഖത്ത് ഈ പറയുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നടക്കുന്ന മാലിന്യം കൊണ്ട് വേദറി തലയിലൂടെ ഒഴിച്ചത്. ആ അഡ്മിറ്റ് ചെയ്ത ചെറുപ്പക്കാരൻ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തൻ്റെ മക്കൾ തെറ്റ് ചെയ്തില്ല എന്ന് ഈ ഉമ്മ പറഞ്ഞതിനകത്ത് എന്ത് ന്യായമുള്ളത്? ഉടനെ അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ആശ്രയിക്കണ്ടേ? ഞാൻ അവരെ ന്യായീകരിക്കുന്നതല്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവിടെ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കൊടുക്കുമല്ലോ, ഞങ്ങളെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നാണ് നേരത്തെ മറിയം ചോദിച്ചത്. ഇപ്പോ 2022 പരാതിയുണ്ട് എന്നങ്ങ് പറയുന്നു. ഞാൻ ശ്രീമതി മറിയത്തോട് അത് ചോദിക്കാം. പക്ഷേ ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഞങ്ങളുടെ റിപ്പോർട്ടറോട് ചോദിച്ചു, ഇവരുടെ വീടിന്റെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. വിളിച്ചാൽ കേൾക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ഇടത്താണ് പോലീസ് സ്റ്റേഷൻ. എന്നോടാണോ? ശ്രീ റജി ലൂക്കോസ് അങ്ങയോടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4-ാം തീയതി ഉണ്ടായ സംഭവത്തിന് 7-ാം തീയതി ഇന്ന് വരെ കാത്തിരുന്നിട്ട് പരാതി കൊടുത്ത കൗണ്ടർ ഒക്കെ പരാതി കൊടുത്താ 5-ാം തീയതിയാണ് പരാതി കൊടുത്തത് എന്നാണ് ശ്രീമതി മറിയം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടില്ല. 5-ാം തീയതിയാണ് പരാതി കൊടുത്തതെന്നാണ് ശ്രീമതി മറിയം ഈ ചർച്ചയിൽ പറഞ്ഞത്. അവർ മുക്കം പോലീസ് സ്റ്റേഷൻ, മുക്കം ആശുപത്രിയിൽ പോയി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഡോക്ടറാണ് റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളതാണ് ശ്രീമതി മറിയം പറഞ്ഞത്. ശ്രീമതി മറിയം പറയുന്നതാണല്ലോ നമുക്കിതിൽ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാം, നമുക്ക് അവരോട് ചോദിക്കാം. ശ്രീമതി മറിയം, 2022 അവിടെ ഞാൻ അതിനോട് പറഞ്ഞോട്ടെ. ശരി, പൂർത്തീകരിക്കും. ഒന്ന്
ദയവായിട്ട് 5-ാം തീയതി അവരെ ആശുപത്രി പോയി. അന്ന് പരിക്കേറ്റ് തന്നെ ഉപദ്രവിച്ചതിന്റെ പേരിൽ അന്നത്തെ ദിവസം അവരൊരു പരാതിയും കൊടുക്കാതെ കണ്ട് പിറ്റേ ദിവസം അവർ ആശുപത്രി ചെല്ലുന്നു. ആശുപത്രിയിലെ ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് നേരെ മുമ്പിൽ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ ഒരു പരാതി കൊടുത്തിട്ടില്ല? ഉദ്യോഗസ്ഥരും 5-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. അവർക്ക് എന്താ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ കണ്ടുകൂടായിരുന്നോ? അല്ല, KSB ഉദ്യോഗസ്ഥന്മാരെ അവിടെ ചെന്ന് ആക്രമിച്ചപ്പോൾ ഞാൻ കേൾക്കും, നിങ്ങൾ എന്തിനാ വളച്ചൊടിക്കുന്നത്? KSB ഉദ്യോഗസ്ഥന്മാരെ കണക്ഷൻ കൊടുത്തതിന് ശേഷം അവിടെ ചെന്ന് മാലിന്യങ്ങൾ ബദറി ആ കമ്പ്യൂട്ടർ എല്ലാം തകർത്തപ്പോൾ അവർ പതിവ് പോലെ 2022 കൊടുത്ത പോലെ അവർ പരാതി കൊടുത്തു. അവർക്ക് മനുഷ്യാവകാശമില്ല, അവർ മനുഷ്യരല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് 4-ാം തീയതി മർദ്ദനമേറ്റിട്ട് 5-ാം തീയതി അല്ലേ ശ്രീമതി മറിയം പരാതി കൊടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങ് ചോദിക്കുന്നത്. 5-ാം തീയതിയാണ് KSB ഉദ്യോഗസ്ഥരും പരാതി കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവരും ഒരു ദിവസം വെച്ച് താമസിപ്പിച്ചത്? ഈ സംശയത്തിന്റെ ചോദ്യം മുനയൊന്നും അവർക്ക് ബാധകമല്ലേ? ഇതാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനത്തിനെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുക, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയവരെ വെള്ളം പൂശുക. നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനകത്ത് രാഷ്ട്രീയമില്ലെന്ന് ശ്രീകുമാർ. ഇതിന് രാഷ്ട്രീയമുണ്ട്. ഈ മനുഷ്യൻ അവിടുത്തെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരമല്ല ശ്രീ റെജി ലൂക്കോസ്. അങ്ങ് ചോദിച്ചു 4-ാം തീയതി മർദ്ദനമേറ്റിട്ട് 5-ാം തീയതിയാണോ ശ്രീമതി മറിയം പരാതി കൊടുത്തത് എന്ന്. അതെന്താ ചർച്ച ചെയ്യേണ്ടാത്തത്? ഒരു മർദ്ദനമേറ്റ എന്ന് പറയുന്ന വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ള വയോധികയായ ഒരു സ്ത്രീക്ക് 4-ാം തീയതി മർദ്ദനമേറ്റാൽ 5-ാം തീയതി ആശുപത്രിയിൽ പോയി പരാതി കൊടുക്കുന്നത് തെറ്റ്. KSB ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കിയ ആളുകൾക്കെതിരെ 5-ാം തീയതിയിലേക്ക് മാറ്റിവെച്ച് പരാതി കൊടുക്കുന്നത് ശരി, അങ്ങനെയാണോ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ മറുപടി. എനിക്ക് വ്യക്തമായി അറിയാം, കാരണം ഞാൻ അന്വേഷിച്ചിട്ട് തന്നെ ചർച്ച ചെയ്തിരിക്കുന്നത്. എന്നാണ് ശ്രീ സുരേഷ് കുമാർ പരാതി കൊടുക്കുന്നത്? അതായത് 4-ാം തീയതി ഉണ്ടായ വിഷയം അവിടെ ഡിസ്കണക്ഷന് പോയപ്പോൾ തന്നെ തർക്കം ഉണ്ടാകുകയും ആ തർക്കത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. ആ പരാതി കൊടുത്തതിന് കൗണ്ടറായി പിറ്റേ ദിവസം അവര് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി എന്നവർ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന 6-ാം തീയതിയാണ്, ഇന്നലെയാണ്. അപ്പം 4-ാം തീയതി വിഷയം ഉണ്ടായി. 4-ാം തീയതി തന്നെ KSB ഉദ്യോഗസ്ഥന്മാര് അവരുടെ പരാതി ഈ പറയുന്ന ആ പോലീസ് സ്റ്റേഷനിൽ ഉന്നയിച്ചതിന് ശേഷം ഒരു നിമിഷം ശ്രീ സുരേഷ് കുമാർ, അങ്ങ് മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ദിവസം എന്നാണ്? 5-ാം തീയതി. ഓക്കെ, 5-ാം തീയതിയാണെന്നാണ് മറിയം ഇപ്പോഴും അവകാശപ്പെടുന്നത്. മാത്രമല്ല കേരള പോലീസിന്റെ FIR പ്രകാരം 5-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പരാതി കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടി ചോദിച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. പരാതി കൊടുക്കേണ്ട പോലീസ് സ്റ്റേഷനിലല്ലേ? ഇവർ ഇന്നാണോ പരാതി കൊടുത്തിരിക്കുന്നത്? ഈ 4 ദിവസം പോലീസ് സ്റ്റേഷനിൽ പരാതി ഞാൻ ശ്രീമതി മറിയത്തോട് ചോദിച്ചത്. മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത 5-ാം തീയതി മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തൊന്നല്ല. പിന്നെ മുക്കം പോലീസ് സ്റ്റേഷനിൽ ഈ മറിയമ്മ പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തെന്നാണ് മറിയം പറയുന്നത്. സ്റ്റേഷനിൽ മറിയമ്മ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് മറിയം പറയുന്നത്. മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തൊന്നല്ല. നേരത്തെയും പറഞ്ഞ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഹോസ്പിറ്റലിൽ പോയി എന്നാണ് അവർ പറഞ്ഞത്. ഒരു നിമിഷം നമുക്ക് ചോദിക്കാമല്ലോ. ശ്രീമതി മറിയം, അങ്ങ് മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പരാതി ഉള്ളത് ഡോക്ടറാണ് അങ്ങോട്ട് അയച്ചത്. എന്നിട്ട് അവിടുന്ന് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അതെന്നാണ് കൊടുത്തത്? കേസിന്റെ കാര്യം സംസാരിക്കാൻ. അതെന്നാണ്? അന്നേരം ഞാൻ അത് 5-ാം തീയതി അത് 5-ാം തീയതിയാണ് കൊടുത്തത് എന്ന് തന്നെയല്ലേ പറയുന്നത്. ഈ 4-ാം തീയതി ഈ സംഭവം ഉണ്ടായിട്ട് KSB ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും FIR രജിസ്റ്റർ ചെയ്യുന്നതും 5-ാം തീയതിയാണ്. അപ്പൊ ഈ 4-ാം തീയതി സംഭവം ഉണ്ടായാൽ ഉടൻ പ്രതികരിക്കണമെന്ന ഉത്തരവാദിത്തം മറിയത്തിന് മാത്രമേ ഉള്ളൂ, KSB ഉദ്യോഗസ്ഥർക്ക് ഇല്ലേ എന്നാണ് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ചോദിച്ചത്. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അതല്ല ഞാൻ പറഞ്ഞ ഇവർക്ക് 11 കണക്ഷൻ ഉണ്ട്. ഈ 11 കണക്ഷൻ സ്ഥിരമായിട്ട് തന്നെയാണ് ഇതുപോലെ ഡി ഉണ്ടാക്കുന്നത്. ഈ 11 കണക്ഷനും അവരുടെ പരാതി തമ്മിൽ എന്താ ബന്ധം? ഇത് കേൾക്കും, നിങ്ങൾ പറയിപ്പിക്കരുത്. അതായത് 2022 ഇവരുടെ ഈ ഇതുപോലത്തെ അതിക്രമങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥർ 2022 മുക്കം പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യൂ. അതും 5-ാം തീയതി അവരുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു ഇങ്ങനെ 2022 പരാതി കൊടുത്തതും 4-ാം തീയതി അക്രമം ഉണ്ടായി 5-ാം തീയതി മാത്രം പരാതി കൊടുത്തതും തമ്മിൽ എന്താണ് ബന്ധം?
ആ 2022 പരാതി ഉള്ളതുകൊണ്ടാണോ ഒരു ദിവസം താമസിച്ചു കൊടുത്താൽ മതി ബന്ധമുണ്ട്. തീരുമാനിച്ചത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന 4-ാം തീയതി ആ വീട്ടിൽ നിന്ന് ദുരനുഭവം ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, അവിടെ പോകാൻ പാടില്ല. അപ്പോൾ അവർ നിർദ്ദേശിച്ചു, ഇത് വൈകുന്നേരം സംഭവം, അവർ നിർദ്ദേശിച്ചു, നിങ്ങളൊരു കാര്യം ചെയർമാൻ നിർദ്ദേശിച്ചു, ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞു. അവർ പിറ്റേ ദിവസം ഡിസ്കണക്ട് ചെയ്തു 5-ാം തീയതി. കാര്യമൊന്നുമല്ല ചോദിച്ചത്. അങ്ങ് ചോദിച്ചു എന്തുകൊണ്ടാണ് മറിയം പിറ്റേ ദിവസം പരാതി കൊടുത്തത് എന്ന്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് KSEB ഉദ്യോഗസ്ഥർ പിറ്റേ ദിവസം പരാതി കൊടുത്തത് എന്ന്. അപ്പൊ അങ്ങ് പറയുന്നു 2022 കേസ് ഉള്ളത് കൊണ്ടാണ്, 11 കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ. അത് തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇടവേള. ശ്രീമതി മറിയം, ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് ഈ സമയം വരെയും, ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടാത്തതുകൊണ്ട് ഈ സമയം വരെയും നിങ്ങൾക്ക് ഈ പറയുന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഇനി അത് എപ്പോൾ പുനഃസ്ഥാപിച്ചു കിട്ടും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷയുണ്ടോ? ഹലോ ശ്രീമതി മറിയം, പറഞ്ഞോളി. ശ്രീമതി മറിയം, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കേസെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വെളിച്ചം എത്തുക എപ്പോഴാണെന്നാണ് വിചാരിക്കുന്നത്? എപ്പം കിട്ടുന്നുള്ളത് നമുക്ക് അറിയില്ല. ഇവർ പിന്നെ എപ്പോഴാണ് തരിക എന്താണെന്നുള്ളതൊന്നും ഇപ്പം നമുക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇതേമാതിരി ഇരുട്ടത്ത് നിൽക്കണം. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ വെളിച്ചമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ 12 മണിയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. ഇന്നിപ്പോൾ എന്താ ചെയ്യാന്നുള്ള അറിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ 2 മാത്രമേ വീട്ടിലുള്ളൂ, വേറെ ആരുമില്ല വീട്ടിൽ. ഇനി എന്താണെന്നുള്ളത് ആലോചിക്കണം. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ന്യായമാണ് ഈ സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മാത്രമേ ഒരു അക്രമ സംഭവം ഉണ്ടായാൽ ഇനി അത് ആവർത്തിക്കില്ല എന്ന്. അക്രമ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് KSEBയുടെ വാദം. അപ്പോൾ അക്രമ സംഭവം ഉണ്ടായാൽ ഇനി അത് ആവർത്തിക്കില്ല എന്ന് സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മാത്രമേ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സർവീസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നുള്ളത്. അത് പറയുന്നത് വകുപ്പ് മന്ത്രിയാണ്, വകുപ്പിന്റെ ഡയറക്ടറാണ്, KSEB ഉദ്യോഗസ്ഥർ ഒന്നാകെയാണ്. ഹൃദ്രോഗിയായ ഒരു മനുഷ്യനും പ്രായമായ ഒരു ഉമ്മയും ഇന്നു രാത്രിയും ഇരുട്ടിലാണ് എന്നുള്ളതാണ് അതിന്റെ ബാക്കി പത്രം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.